വെൽക്കം ടു ബാലക്ചേഴ്സ് മലയാളം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് ഊജെനിസിസ് ആൻഡ് ഫോളിക്കുലാർ ഡെവലപ്മെൻറ്റ്. ഊജെനിസിസും അതുപോലെ ഒവേറിയൻ ഫോളിക്കിൾസിൻ്റെ ഡെവലപ്മെൻറ്റുമാണ് ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഫസ്റ്റ്, എന്താണ് ഊജെനിസിസ്? ഓവറീസിൽ ഫീമെയിൽ ഗമീറ്റ്സ് ഫോം ചെയ്യുന്ന പ്രോസസ്സിനെയാണ് ഊജെനിസിസ് എന്ന് വിളിക്കുന്നത്. ഊജെനിസിസ് സ്പെർമാറ്റോജെനസിസിൽ നിന്നും ചെറിയ തോതിൽ വ്യത്യാസപ്പെട്ടിരിക്കുന്നു. സ്പെർമാറ്റോജെനസിസ് ഒരു മെയിലിന് പ്യൂബേർട്ടി എത്തുന്നതോടുകൂടി മാത്രമാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. എന്നാൽ ഊജെനസിസ് ഒരു ഫീമെയിൽ ജനിക്കുന്നതിന് മുന്നേ തന്നെ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നു. അതായത് ഒരു ഫീമെയിലിൻ്റെ ഫീറ്റൽ ഡെവലപ്മെൻറ്റ് നടക്കുന്ന സമയത്ത് തന്നെ ഊജെനസിസ് സ്റ്റാർട്ട് ചെയ്യുന്നു എന്ന് വേണം പറയാൻ. ഇനി ഊജെനിസിസിൻ്റെയും ഫോളിക്കുലാർ ഡെവലപ്മെൻറ്റിൻ്റെയും പല സ്റ്റെപ്സ് നമുക്ക് നോക്കാം. സോ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്, ഒരു ഫീമെയിൽ ഫീറ്റസ് ആയിരിക്കുന്ന സമയത്ത് തന്നെ പ്രിമോഡിയൽ ജേം സെൽസ് ഡിഫറൻസിയേഷൻ സംഭവിച്ചുകൊണ്ട് ഊഗോണിയ ഫോം ചെയ്യുന്നു. ഇതാണ് ഫസ്റ്റ് സ്റ്റെപ്പ് ഓഫ് ഊജെനിസിസ്. പ്രിമോഡിയൽ ജേം സെൽസ് ഡിഫറൻഷിയേറ്റ് ടു ഫോം ഊഗോണിയ. ഫീറ്റൽ പീരിയഡിൽ ഊഗോണിയ മൈറ്റോസിസ് സംഭവിക്കുകയും അങ്ങനെ പ്രൈമറി ഊസൈറ്റ് ഫോം ചെയ്യുകയും ചെയ്യുന്നു. ഊഗോണിയവും അതുപോലെ പ്രൈമറി ഊസൈറ്റുമെല്ലാം ഡിപ്ലോയിഡ് സെൽസ് ആണ്. ദാറ്റ് ഇസ് ക്രോമസോംസ് നമ്പർ 2n ആയിരിക്കും. പിന്നീട് ഈ പ്രൈമറി ഊസൈറ്റിന് ചെറിയ തോതിൽ ഡെവലപ്മെൻറ്റ് സംഭവിക്കുന്നു. അതായത് പ്രൈമറി ഊസൈറ്റിന് ചുറ്റും സറൗണ്ടിങ് സെൽസ് വന്നു ചേരുകയും അങ്ങനെ പ്രിമോഡിയൽ ഫോളിക്കിൾസ് ഫോം ചെയ്യുകയും ചെയ്യുന്നു. പ്രൈമറി ഊസൈറ്റ് ഡെവലപ്ഡ് ഇൻ ടു പ്രിമോഡിയൽ ഫോളിക്കിൾ. ഓക്കെ, ദെൻ പ്രിമോഡിയൽ ഫോളിക്കിളിന് എഗെയിൻ ഡെവലപ്മെൻറ്റ് സംഭവിക്കുകയും അങ്ങനെ പ്രൈമറി ഫോളിക്കിൾ ഫോം ചെയ്യുകയും ചെയ്യുന്നു. പ്രൈമറി ഫോളിക്കിളിൽ ഊസൈറ്റിന് പുറമെ ഒരുപാട് ലെയേഴ്സ് ഓഫ് സറൗണ്ടിങ് സെൽസ് കാണാൻ സാധിക്കും. ദാറ്റ് ഇസ് ഗ്രാനുലോസ സെൽസിനാൽ സറൗണ്ട് ചെയ്യപ്പെട്ടിരിക്കുന്നു. ദിസ് ഇസ് പ്രൈമറി ഫോളിക്കിൾ. സോ പ്രൈമറി ഫോളിക്കിൾ കണ്ടെയ്ൻ പ്രൈമറി ഊസൈറ്റ്. ഈ ഒരു പ്രൈമറി ഊസൈറ്റിന് മിയോസിസ് സംഭവിക്കുക എന്നതാണ് അടുത്ത സ്റ്റെപ്പ്. പക്ഷേ മിയോസിസ് എന്ന് പറയുന്ന പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യുന്നത് ഒരിക്കലും ഫീറ്റസ് സ്റ്റേജിലായിരിക്കുമ്പോഴല്ല. അതായത് ഫീറ്റസ് ആയിരിക്കുന്ന സമയത്ത് ഈ ഒരു മിയോസിസ് പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യുന്നു. പിന്നീട് അത് സ്റ്റോപ്പ് ആവുകയും തുടർന്ന് ഫീമെയിലിന് പ്യൂബേർട്ടി എത്തുന്നതോടുകൂടി വീണ്ടും അത് കണ്ടിന്യൂ ചെയ്യുകയാണ് ചെയ്യുന്നത്. So, primary oocyte still in meiosis process. പ്രൈമറി ഫോളിക്കിളിൽ ഇപ്പോൾ പ്രൈമറി ഊസൈറ്റ് അടങ്ങിയിരിക്കുന്നു. നെക്സ്റ്റ്, ഈ ഒരു പ്രൈമറി ഫോളിക്കിളിൽ പ്രൈമറി ഊസൈറ്റും അതിന് ചുറ്റി ഒരുപാട് ലെയേഴ്സ് ഓഫ് ഗ്രാനുലോസ സെൽസും ഉണ്ടെന്ന് പറഞ്ഞു. ഇനി പ്രൈമറി ഊസൈറ്റിൻ്റെയും ഗ്രാനുലോസ സെൽസിൻ്റെയും ഇടയിലായി ഒരു ഗ്ലൈക്കോപ്രോട്ടീൻ ലെയർ കാണപ്പെടുന്നുണ്ട്. അതിനെയാണ് സോണ പെല്ലൂസിഡ എന്ന് വിളിക്കുന്നത്. സോ പ്രൈമറി ഫോളിക്കിൾ ഡെവലപ്ഡ് ഇൻ ടു സെക്കൻഡറി ഫോളിക്കിൾ. സെക്കൻഡറി ഫോളിക്കിളിലെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിലെ ഗ്രാനുലോസ സെൽസ് ഫോളിക്കുലാർ ഫ്ലൂയിഡിനെ സെക്രീറ്റ് ചെയ്യാൻ തുടങ്ങുന്നു. ദെൻ ഈ ഒരു സെക്രീഷൻ അഥവാ ഫോളിക്കുലാർ ഫ്ലൂയിഡ് വന്നു ചേരുന്ന ആ ഒരു ക്യാവിറ്റീനെ ആൻഡ്രം എന്ന് വിളിക്കാം. ഇനി ഈ ഒരു
സെക്കൻഡറി ഫോളിക്കിൽ കാണുന്ന ഒരു പ്രത്യേകത എന്ന് പറയുന്നത് കൊറോണ റേഡിയേറ്റയുടെ പ്രസൻസ് ആണ്. അതായത് ഗ്രാനുലോസ സെൽസ് സോണ പെല്ലൂസിഡയുമായി വളരെ ഫേമായി അറ്റാച്ച് ചെയ്യപ്പെട്ടിരിക്കുന്നു. അതിനെയാണ് കൊറോണ റേഡിയേറ്റ എന്ന് വിളിക്കുന്നത്. ഈ ഒരു പ്രത്യേകത സെക്കൻഡറി ഫോളിക്കിൾ മുതലാണ് കാണാൻ സാധിക്കുന്നത്. ഓക്കെ, സോ സെക്കൻഡറി ഫോളിക്കിൾ സ്റ്റിൽ കണ്ടെയ്ൻ പ്രൈമറി oocyte. നെക്സ്റ്റ്, സെക്കൻഡറി ഫോളിക്കിളിന് എഗെയിൻ മെച്ചുറേഷൻ സംഭവിക്കുകയും അങ്ങനെ ഒരു മെച്ചുർ ഫോളിക്കിൾ അല്ലെങ്കിൽ ഗ്രാഫിയാൻ ഫോളിക്കിൾ ഫോം ചെയ്യുന്നു. ദെൻ ഈ ഒരു മെച്ചുർ ഫോളിക്കിൾ ഫോം ചെയ്യുന്നതോടുകൂടി പ്രൈമറി oocyteന് അതിൻ്റെ മിയോസിസ് 1 കംപ്ലീറ്റ് ആവുന്നു. പ്രൈമറി oocyte അണ്ടർഗോ മിയോസിസ് 1 ആൻഡ് ഫോം സെക്കൻഡറി oocyte. ഈ ഒരു മിയോസിസ് എന്ന് പറയുന്ന പ്രോസസ്സ് സെക്കൻഡറി oocyteനെ കൂടാതെ മറ്റൊരു പാർട്ട് കൂടി പ്രൊവൈഡ് ചെയ്യുന്നു. ദാറ്റ് ഈസ് ഫസ്റ്റ് പോളാർ ബോഡി. സോ പ്രൈമറി oocyte undergo meiosis 1 to form secondary oocyte and first polar body. ഈ ഒരു ഫസ്റ്റ് പോളാർ ബോഡി എന്ന് പറയുന്നത് ഇറ്റ് കണ്ടെയ്ൻ ഡിസ്കാർഡഡ് ന്യൂക്ലിയർ മെറ്റീരിയൽ. അതായത് ഡിസ്കാർഡ് ചെയ്യേണ്ട കുറേ ന്യൂക്ലിയർ മെറ്റീരിയൽസ് മാത്രമാണ് ഈ ഒരു ഫസ്റ്റ് പോളാർ ബോഡിയിൽ കാണപ്പെടുന്നത്. സോ അത് പിന്നീട് ഡീജനറേഷൻ സംഭവിക്കുകയാണ് ചെയ്യുന്നത്. ചില സമയങ്ങളിൽ മാത്രം ഈ ഒരു ഫസ്റ്റ് പോളാർ ബോഡിക്ക് എഗെയിൻ മിയോസിസ് സംഭവിക്കുന്നു. ദാറ്റ് ഇസ് മിയോസിസ് 2. പിന്നീട് അവ മിയോസിസ് 2 നടന്നതിന് ശേഷം വീണ്ടും പോളാർ ബോഡീസ് ഫോം ചെയ്യുകയും അവ പിന്നീട് ഡീജനറേഷൻ സംഭവിച്ചു പോവുകയും ചെയ്യുന്നു. അതാണ് ഫസ്റ്റ് പോളാർ ബോഡിക്ക് സംഭവിക്കുന്ന പ്രത്യേകതകൾ. നെക്സ്റ്റ്, ഇപ്പോൾ സെക്കൻഡറി oocyte ഫോം ചെയ്തു എന്ന് പറഞ്ഞു. സെക്കൻഡറി oocyteന്റെ പ്രത്യേകത ഇറ്റ് ഈസ് ഹാപ്ലോയിഡ്. അതായത് ഇറ്റ് കണ്ടെയ്ൻ n നമ്പർ ഓഫ് ക്രോമസോംസ്. സെക്കൻഡറി oocyte. ഓക്കെ, സോ മെച്ചുർ ഫോളിക്കിലാണ് ഈ ഒരു സെക്കൻഡറി oocyte ഉൾക്കൊള്ളുന്നത്. ഇനി മെച്ചുർ ഫോളിക്കിൾ എഗെയിൻ ഡെവലപ്പ് ചെയ്യുകയും അതിന് റപ്ചറിങ് സംഭവിക്കുകയും ചെയ്യുന്നു. ഈ ഒരു റപ്ചറിങ് സംഭവിച്ചുകൊണ്ട് ആ ഒരു സെക്കൻഡറി oocyteനെ അത് പുറത്തോട്ട് എക്സ്പെൽ ചെയ്യുന്നു. ആ ഒരു പ്രോസസ്സിനെ ഓവുലേഷൻ എന്ന് വിളിക്കുന്നു. സോ മെച്ചുർ ഫോളിക്കിള് അതിനുള്ളിലുള്ള സെക്കൻഡറി oocyteനെ പുറത്തോട്ട് റിലീസ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് ഓവുലേഷൻ എന്ന് വിളിക്കുന്നത്. ഓവുലേഷൻ. സോ ഈ ഒരു സെക്കൻഡറി oocyte ഓവറിയിൽ നിന്നും യൂട്രൈൻ ട്യൂബിൽ വന്ന് എത്തിച്ചേരുന്നു. സെക്കൻഡറി oocyte യൂട്രൈൻ ട്യൂബിൽ വെച്ച് അവ സ്പേമുമായി യുണൈറ്റ് ചെയ്യുന്നു. സെക്കൻഡറി oocyte യുണൈറ്റ് വിത്ത് സ്പേം സെൽ. ആ സമയം അതിന് മിയോസിസ് 2 സംഭവിക്കുകയും അങ്ങനെ ഫെർട്ടിലൈസേഷൻ സംഭവിക്കുകയും ചെയ്യുന്നു. മിയോസിസ് 2 കംപ്ലീറ്റ് ആവുകയും അങ്ങനെ ഓവം ഫോം ചെയ്യുകയുമാണ് ചെയ്യുന്നത്. അതായത് സ്പേം സെൽ ഈ ഒരു സെക്കൻഡറി oocyteന്റെ ഉള്ളിലോട്ട് പെനട്രേറ്റ് ചെയ്യുകയും മിയോസിസ് 2 സംഭവിക്കുകയും അങ്ങനെ ഓവവും അതുപോലെ സെക്കൻഡ് പോളാർ ബോഡിയും ഫോം ചെയ്യുകയും ചെയ്യുന്നു. ഈ ഓവത്തിൻ്റെ പ്രത്യേകത ഇറ്റ് ഈസ് എ ഡിപ്ലോയിഡ് സെൽ. അതായത് സ്പേം n നമ്പർ ഓഫ് ക്രോമസോംസ് ആയിരുന്നു ഉൾക്കൊള്ളുന്നത്. അതുപോലെ തന്നെ സെക്കൻഡറി oocyteലും n നമ്പർ ഓഫ് ക്രോമസോംസ് ആയിരുന്നു. ദെൻ ഫെർട്ടിലൈസേഷൻ സംഭവിച്ച് രണ്ടും കൂടി യുണൈറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന സൈഗോട്ടിന് എപ്പോഴും 2n നമ്പർ ഓഫ് ക്രോമസോംസ് കാണും. അതായത് ഓവവുമായി സ്പേം യുണൈറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓവത്തിലെ ന്യൂക്ലിയർ മെറ്റീരിയലുമായി സ്പേമിലെ ന്യൂക്ലിയർ മെറ്റീരിയൽ യുണൈറ്റ് ചെയ്യുകയും അങ്ങനെ ഡിപ്ലോയിഡായ ഒരു സൈഗോട്ട് ഫോം ചെയ്യുകയും ചെയ്യുന്നു. ദെൻ
ഈ ഒരു സെക്കൻഡ് പോളാർ ബോഡി, മിയോസിസ് 2 ഫലമായി ഉണ്ടായ സെക്കൻഡ് പോളാർ ബോഡി ഫസ്റ്റ് പോളാർ ബോഡിയെ പോലെ തന്നെ ഡീജനറേഷൻ സംഭവിക്കുകയാണ് ചെയ്യുന്നത്. സോ ദാറ്റ് ഈസ് ദ oogenesis ആൻഡ് ഫോളിക്കുലാർ ഡെവലപ്മെന്റ്. സോ ഊഗോണിയം മൈറ്റോസിസ് സംഭവിച്ച് പ്രൈമറി oocyte ഫോം ചെയ്യുന്നതുവരെ ഫീറ്റസ് ഡെവലപ്മെൻറ്റിൽ ഉൾക്കൊള്ളുന്നു. തുടർന്ന് പ്രൈമറി oocyteൻ്റെ മിയോസിസ് കംപ്ലീറ്റ് ആവുകയും അങ്ങനെ സെക്കൻഡറി oocyteും തുടർന്ന് ഓവവും ഫോം ചെയ്യുന്ന പ്രോസസ്സ് പ്യൂബേർട്ടി എത്തുമ്പോഴാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. പിന്നീട് അവ മെനോപോസ് എത്തുന്നതുവരെയും ഈ ഒരു പ്രോസസ്സ് എല്ലാ മാസവും കണ്ടിന്യൂ ചെയ്യുന്നു. ദാറ്റ് ഈസ് oogenesis ആൻഡ് ഫോളിക്കുലാർ ഡെവലപ്മെന്റ്. ഇനി oogenesis മാത്രമാണ് ഈ ഒരു ഫ്ലോ ചാർട്ടിൽ ഉൾക്കൊള്ളുന്നത്. ദാറ്റ് ഈസ് ഊഗോണിയ അണ്ടർഗോ മൈറ്റോസിസ് ടു ഫോം പ്രൈമറി oocyte. ദെൻ primary oocyte undergo meiosis 1 to form secondary oocyte and first polar body. പിന്നീട് ഈ ഒരു സെക്കൻഡറി oocyte സ്പേമുമായി യുണൈറ്റ് ചെയ്യുകയും അങ്ങനെ ഫെർട്ടിലൈസേഷൻ സംഭവിച്ചുകൊണ്ട് ഓവം ഉണ്ടാവുകയും ചെയ്യുന്നു. ഓവം പിന്നീട് സൈഗോട്ടായി മാറുകയാണ് ചെയ്യുന്നത്. ഈ ഒരു മിയോസിസ് 2 ബാക്കി സ്റ്റേജസ് എന്ന് പറയുന്നത് ഫെർട്ടിലൈസേഷൻ സംഭവിച്ചാൽ മാത്രമാണ് നടക്കുന്നത്. അല്ലെങ്കിൽ അത് നേരിട്ട് തന്നെ സെക്കൻഡറി oocyte ഡീജനറേറ്റ് ചെയ്ത് പോവുകയാണ് ചെയ്യുന്നത്. ഓക്കെ, സോ ദാറ്റ് ഈസ് oogenesis. ഇത് മെച്യൂർ ഫോളിക്കിൾ അല്ലെങ്കിൽ ഗ്രാഫിയാൻ ഫോളിക്കിളിൻ്റെ ഒരു ഡയഗ്രമാണ്. കൂടുതൽ മനസ്സിലാവുന്നതിന് വേണ്ടി ഈ ഒരു ഡയഗ്രം ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തി എന്നേ ഉള്ളൂ. സോ ദിസ് ഈസ് സോണ പെല്ലൂസിഡ. ദാറ്റ് ഈസ് പ്രൈമറി oocyteൻ്റെയും ഗ്രാനുലോസ സെൽസിൻ്റെയും ഇടയിൽ കാണപ്പെടുന്ന ഗ്ലൈക്കോപ്രോട്ടീൻ ലെയറായ സോണ പെല്ലൂസിഡ. നെക്സ്റ്റ്, ഈ ഒരു സോണ പെല്ലൂസിഡയും അതുപോലെ ഗ്രാനുലോസ സെൽസും തമ്മിൽ വളരെ ഫേമായി അറ്റാച്ച് ചെയ്യുകയും അങ്ങനെ കൊറോണ റേഡിയേറ്റ് ഫോം ചെയ്യുകയും ചെയ്യുന്നു എന്ന് മുന്നേ പറഞ്ഞിട്ടുണ്ട്. സോ ദിസ് ഈസ് കൊറോണ റേഡിയേറ്റ. Then follicular fluid filled in antrum. It is mature follicle or Graafian follicle. So zona pellucida and corona radiata. That is today's video. Hope you like it. Keep watching. Thank you.